നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ വൃത്തികെട്ട പുഴുത്ത ജന്മത്തിൻ്റെ ഈ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ AK ബാലൻജി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മാറാട് കലാപത്തെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു. കാരണം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇവർ നടത്താറുള്ളത്. നമ്മൾ അന്നേരമൊക്കെ പറഞ്ഞിരുന്നു, ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി കുത്തിപ്പൊക്കി ചതഞ്ഞു കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്തില്ല എന്നുള്ളത്. കാരണം സംഘപരിവാറിൻ്റെ ആശയങ്ങളെയാണ് AK ബാലൻ എന്ന് പറയുന്ന CPM നേതാവിൽ നിന്നും നമ്മൾ കേട്ടത്. അപ്പം ഇതിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പം ഇസ്ലാമിക മതപണ്ഡിതനും വളരെ നമ്മളൊക്കെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഖലീൽ ബുഖാരി തങ്ങൾ. ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ചിട്ട് തന്തയ്ക്ക് പറക്കാത്ത ഒരു പിഴച്ച സനാതന അമ്മായി, ഒരു വെറും വൃത്തികെട്ട ഒരു സാധനം, ഇവള് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇവളൊക്കെ കാലേ വാരി നിലത്തടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കാരണം നാഴികയ്ക്ക് 40 വട്ടം ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് പച്ചയ്ക്ക് വർഗീയത കുത്തി നിറയ്ക്കുന്ന ഇതുപോലത്തെ വിഷജീവികൾ ഏതോ കൊണ രാജ്യത്തിരുന്നുകൊണ്ടാണ് ഇവൾ ഈ കൊണ അടിച്ചിരിക്കുന്നത്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് കേൾക്കുമ്പോഴല്ലോ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ നശൂലങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം ഇത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേൾക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കണം. കുറേ കാലമായിട്ട് ഈ സനാതനവും പറഞ്ഞ് നടക്കുന്ന ഈ വൃത്തികെട്ട ചില കൂതറ സ്ത്രീകളും ചില കൂതറ നാറികളും ഇവിടുത്തെ സമുദായ നേതാക്കന്മാരുടെ നെഞ്ചത്തോട്ട് വന്ന് കയറുന്നുണ്ട്. ഇവരാരും ഇതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇവരാരും ഇതിന് മറുപടി കൊടുക്കാനോ പോകുന്നില്ല. കാരണം ഇവരൊന്നും മറുപടി അർഹിക്കുന്നവരേ അല്ല എന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മറുപടി കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ മറ്റേ മോളുണ്ടല്ലോ, ഇവർക്ക് ഒരു മറുപടി എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. എന്തായാലും ഒരു സഹോദരൻ ഇതിന് കൃത്യമായിട്ട് ഒരു മറുപടി മാന്യമായ ഭാഷയിൽ കൊടുക്കുന്നുണ്ട്. മാന്യതയുടെ ഒന്നും അർഹിക്കാത്ത ഈ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ജീവികളാണ് ഈ പറയപ്പെടുന്ന ഇവളുടെ എന്തോ പേര് സുധായ, അങ്ങനെ എന്തോ ഒരു കോപ്പിലെ പേരൊക്കെയാണ് ഈ തന്തയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ വൃത്തികെട്ടവൾ പറയുന്നത്. ഇവക്ക് പേടിയാണ് പോലും. അതായത് ഈ തലപ്പാക്കെട്ടും താടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവക്ക് വല്ലാത്ത ഊത്തലും ചൊറിച്ചിലൊക്കെ ഉണ്ട്. ഇവിടെ തട്ടമിട്ടവരെ കാണുമ്പോഴത്തേക്ക് പേടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഒരാളെയും പേടിയില്ല കേട്ടോ. ഇവിടുത്തെ സന്യാസിമാരെയോ ഇവിടുത്തെ പള്ളിയിലച്ചന്മാരെയോ ട്രൗസർ ഇട്ട സംഖ്യകളെ കണ്ടാലൊന്നും ഞങ്ങൾ പേടിക്കത്തൊന്നുമില്ല. ഞങ്ങൾ നല്ല ഉറച്ച ഈമാനോടുകൂടി തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസൽമാൻ, ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള മുസൽമാന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഒരു വിഭാഗത്തെയും ഞങ്ങൾക്ക് പേടിയില്ല. പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നാൽ ഇനി ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിനക്കൊക്കെ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കൊള്ളാം, അമ്മച്ചി നിന്റെയൊക്കെ മറുപടി നിന്റെ കണ്ണാക്കി തന്നെ ഞങ്ങൾ തന്നിരിക്കും. എന്തായാലും നമുക്ക് ഈ വൃത്തികെട്ട കുലസ്ത്രീ പറഞ്ഞത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം, ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനെയൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്, മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒരിക്കലും സ്ത്രീകളെ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല. പക്ഷെ ഇവളെ പോലെ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഈ വൃത്തികെട്ട കൂതറ, എടി നീ നിന്റെ മുഖം രാവിലെ എഴുന്നേറ്റ് നീ കണ്ണാടിയിലൊന്ന് പോയി നോക്കിയാണല്ലോ, കണ്ണാടി ചിലുവരെ പൊട്ടിപ്പോവും. കാരണം അത്രയ്ക്ക് ഭയാനകമാടി നിന്റെ മുഖം നോക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരാളെയും അധിക്ഷേപിക്കാറില്ല കേട്ടോ, ഒരു സ്വാമിമാരെ അധിക്ഷേപിക്കാറില്ല. ഇപ്പൊ കുംഭമേളയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ കുംഭമേളയിലെ സ്വാമിമാർ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള നിനക്ക് നന്നായിട്ട് അറിയാലോ. അതിന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആരാണെന്ന് അറിയാലോ? ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹമാണ്. കാണിക്കുന്ന തോന്നിയാസം, അവരുടെ രൂപവും കോലവും കാണുമ്പോഴത്തേക്ക് അവരുടെ രൂപവും കോലവും കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നിന്നെ പോലെ തന്തയ്ക്ക് പറക്കാത്ത ഏതോ കാട്ടുപന്നിയിലുണ്ടായിട്ടുള്ള വൃത്തികെട്ട കൂതറെ നിനക്ക് ഇത് കാണുമ്പോൾ ഒരുപക്ഷെ പേടിയൊക്കെ ഉണ്ടാകും. നീ എന്തായാലും അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്വാമിമാരെടുത്തോ ആരെങ്കിലും പോയിട്ട് ഒരു നൂല് മന്ത്രിച്ച് അല്ലെങ്കിൽ ഒരു ഉറുക്ക് ഒരു ഏലസ് മന്ത്രിച്ച് നിന്റെ അരയിലോട്ട് കെട്ടിക്കും. നീ പേടിക്കാതിരിക്കുക. നിന്നെ കണ്ടിട്ട് നിന്റെ സ്വന്തം ഭർത്താവ് പേടിയെന്നൊക്കെയാണ് ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ബാക്കിയോടെ ഒന്ന് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം, എന്തിനാണ് ഭായ് ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുത്ത് ഇവരെയൊക്കെ പോപ്പുലർ ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കുന്നതിന് സമാനമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതൃത്വങ്ങളെ മഹാപണ്ഡിതന്മാരെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നതിന് പകരം നമ്മുടെ ആത്മീയ നേതൃത്വങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളെ ഉയർത്തിക്കാട്ടി ഇത്തരം മനോഭാവമുള്ളവരുടെ തിന്മകളുടെ പ്രതിരൂപങ്ങളായ ഈ മനുഷ്യരെ
തിരുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമായി മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി മാറാട് കലാപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ CPM ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് അതിനെക്കുറിച്ച് ഖലീൽ തങ്ങൾ നടത്തിയ ഒരു പ്രതികരണമാണ് ഈ സ്ത്രീയെ ചൊടിപ്പിച്ചത്. നമുക്കറിയാം, മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ ഒരു പ്രമേയം ഉയർത്തി കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയിൽ ഉസ്താദിന്റെ വലം കൈയായി കൂടെ നിൽക്കുന്നയാളാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിന്, ഒരു പണ്ഡിതന് എങ്ങനെയാണ് കഴിഞ്ഞുപോയ ഒരു കലാപത്തിന്റെ ഓർമ്മകളെ വീണ്ടും ഊതി ഊതി പുകയ്ക്കാൻ കഴിയുന്നത്? അവിടെ സ്നേഹത്തിന്റെ ഭാഷകളല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുക? കഴിഞ്ഞുപോയ കലാപത്തിന്റെ ഓർമ്മകളിൽ നിന്നും ജനങ്ങൾ പുറത്തു വരണമെന്നും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നും ഇനിയെങ്കിലും എല്ലാവരും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പ്രത്യേകിച്ച് മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നൊക്കെ അല്ലാതെ പിന്നെ എന്താണ് അദ്ദേഹം പറയേണ്ടത്? ഖലീൽ തങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ച ആ സ്ത്രീ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ആകെ ഉന്മൂലനം ചെയ്യണമെന്നോ നാട് കടത്തണമെന്നോ ഒക്കെ ആഗ്രഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക്, ഒരു തീവ്ര ഹിന്ദുത്വവാദിക്ക് ഒന്നുകിൽ നാട്ടിൽ കലാപം ഉണ്ടാകണം, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കലാപത്തിന്റെ രക്തരൂക്ഷിതമായ ഓർമ്മകളെ ജനങ്ങൾക്കിടയിലേക്ക് ഇളക്കിവിട്ട് വൈരം വളർത്തി അവരുടെ അജണ്ട നടപ്പിലാക്കണം. അതിനുവേണ്ടി UK ഏതോ ഒരു ഹുദാമിലിരുന്ന് ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവരാൽ കഴിയുന്ന പണികൾ എടുക്കുകയാണ്. ഖലീൽ തങ്ങൾക്കെതിരെ ഇവർ നടത്തിയ മോശമായ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും ഒക്കെ നയിക്കുന്ന കേരള യാത്ര അതിന്റെ ശരിയായ സഞ്ചാരപഥത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനെ തെളിയിക്കുന്നതാണ്. അതിന്റെ കാരണം, ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മലയാളിയായ ലോറി ഡ്രൈവർ അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുമ്പിരി കൊണ്ട സമയത്ത് ലോറി ഉടമ മനാഫിനെതിരെ, മനാഫ് ഒരു മുസ്ലിം ആയതുകൊണ്ട് അന്ന് മനാഫിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയ സ്ത്രീയാണിവർ. പിന്നീട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള മലയാളികളുടെ നോവായി അർജുൻ മാറിയപ്പോൾ ഖലീൽ തങ്ങൾ അർജുന്റെ വീട് സന്ദർശിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ, പല നേതാക്കളും അർജുന്റെ വീട് സന്ദർശിച്ചെങ്കിലും ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു ചിത്രമായിരുന്നു, ഒരു വീഡിയോ ആയിരുന്നു ഖലീൽ തങ്ങളുടെ ആ സന്ദർശനം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു ലോകത്തേക്ക് യാത്ര പോയ അച്ഛനെക്കുറിച്ച് അറിയാതെ തങ്ങളുടെ മടിയിൽ കിടന്ന് മയങ്ങുന്ന അർജുന്റെ കുഞ്ഞിന്റെ ഈ വീഡിയോ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടപ്പോൾ അതിന് താഴെ ഒരാൾ കുറിച്ച കമന്റ് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ആ ഉസ്താദിന്റെ കയ്യിൽ അർജുന്റെ കുഞ്ഞ് ഏറ്റവും ശാന്തമായി കാണപ്പെടുന്നു. ജീവിതത്തിലുടനീളം അവൻ ആ ശാന്തതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കട്ടെ. നോക്കൂ, മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങളെന്ന് എത്രയോ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചവരാണ്. അതൊരു മാതൃകയായി ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയവരാണ് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം. വധശിക്ഷ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് യമനിലെ നിമിഷ പ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെട്ടത്. നമ്മുടെ രാജ്യത്തിന് നയതന്ത്ര ബന്ധം പോലും സാധ്യമാവാത്തൊരു രാജ്യത്ത് യമനിലെ പണ്ഡിതന്മാരുമായുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെട്ടത്. ഉസ്താദിന്റെ സമയോചിതമായ ആ ഇടപെടലോടെയാണ് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാമായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതും ഇപ്പോഴും നിമിഷപ്രിയ ജീവിച്ചിരിക്കുന്നതും. ഇത്തരത്തിൽ മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങളെന്ന് നിരവധി അനവധി സംഭവങ്ങളിലൂടെ തെളിയിച്ചവരാണ്, ജീവിതത്തിൽ കാണിച്ചു തന്നവരാണ് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ വർത്തമാനകാല ഇന്ത്യയിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിലൂടെ യാത്ര ചെയ്യാൻ കാന്തപുരം ഉസ്താദിനും ഖലീൽ തങ്ങൾക്കുമൊക്കെ അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ നേതൃത്വങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നതിനൊക്കെ അതേ തൂക്കത്തിലും അതേ രൂപത്തിലും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനോ പറയാനോ കഴിവില്ലാത്തവരല്ല ഞങ്ങൾ. അതിന് ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ടാണ്. വിമർശകരായാലും ശത്രുക്കളായാലും എല്ലാവരോടും മാന്യമായി സംവദിക്കാനും സഭ്യമായ രീതിയിൽ ഇടപഴകാനുമാണ് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിഹാസവും അധിക്ഷേപവും മാത്രം കൈമുതലാക്കിയ നിങ്ങൾക്ക്, ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ മറുപടി തരുമ്പോൾ നിങ്ങൾ അതിനെ ഞങ്ങളുടെ കഴിവുകേടായി അല്ലെങ്കിൽ ബലഹീനതയായി കാണരുതെന്ന് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സനാതനി കൂതറ പിഴച്ച തള്ളയുണ്ടല്ലോ, UK ഏതോ മാളത്തിൽ ഇരുന്നുകൊണ്ട് അവന്റെ മറ്റതും തിന്നിട്ടാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിലെ വ്യക്തിത്വമുള്ള, സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതപുരോഹിതനെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു തെമ്മാടിത്തരം ഈ കൂതറ തള്ള നടത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇതിനൊന്നും മാന്യമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള മാന്യതയൊന്നും ഇവരോടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇവരൊന്നും സ്ത്രീകളുടെ ഗണത്തിൽ പോലും പെടുത്താൻ കൊള്ളില്ല. ഇതൊക്കെ വേറെ ഏതോ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മുസൽമാനെയും ക്രൈസ്തവനെയും ഹിന്ദുവിനെയും തമ്മി തല്ലിച്ച് ചോര കുടിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട പുഴുത്ത ജന്മങ്ങളെ നമ്മുടെ ഈ പൊതുസമൂഹം മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അർജുൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നും ഈ പിഴച്ച തള്ള ഇതുപോലെ ചില പ്രസ്താവനകളൊക്കെ ആയിട്ട് വന്നിരുന്നു. അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് സവർണ മേധാവികൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിൽ കിടക്കുന്നവരെ വളരെ പുച്ഛത്തോടുകൂടി കാണുന്ന ഇതുപോലുള്ളവളെയൊക്കെ നമ്മൾ ഇനി എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? എന്തായാലും ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും